ഇല്ലേ ഇല്ല. ഇനി നിത്യാമ്മയെ നോക്കണത് കല്യാണിക്കുട്ടിയാ. ഞാൻ നോക്കിക്കോളാം. ഉമ്മ, ഉമ്മ. മക്കളെ, ഈ കാഴ്ച നിറകണ്ണുകളോടെ കാണേണ്ട ഒരാളുണ്ടായിരുന്നു. ആ ഏട്ടനത് കാണുന്നുണ്ടാവുന്ന എന്റെ വിശ്വാസം. സത്യം പറയാലോ ഹരിയേട്ടാ, അമ്പലത്തിൽ പെട്ടെന്നൊരു ബഹളങ്ങളും കാര്യങ്ങളും കേട്ടപ്പോ ഞങ്ങളൊന്ന് പേടിച്ചു. നിത്യേച്ചയുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഒഴിയുന്നില്ലല്ലോ എന്ന് ഭയന്നു. ഞങ്ങളുടെ ഒക്കെ അവസ്ഥ അത് തന്നെയാ. പക്ഷേ ഇവര് തമ്മിലുള്ള ഇഷ്ടം ദൈവം അംഗീകരിച്ചതാ. അത് മനുഷ്യർക്ക് വെട്ടിമുറിക്കാൻ പറ്റില്ല. സുജാതെ, ഇനി ഈ ടെൻഷനൊക്കെ മാറി തനിക്കൊന്ന് ചിരിച്ചൂടെ? മോളെ നിത്യേ, നീ ഭാഗ്യവതിയാ കേട്ടോ. ദേ, ഇതുപോലൊരു അമ്മയെ നിനക്ക് കിട്ടിയതിന് നിന്റെ അച്ഛൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയ സ്വത്ത് ശരിക്കും പറഞ്ഞ ദേ ഈ നിൽക്കുന്ന സുജാത തന്നെയാ. അല്ലേ രഘു? എനിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ സ്നേഹത്തിന്റെ ഒരു തരി കുറയാതെ എന്റെ കൂടെ നിന്നത് എന്റെ ഈ മോള്. ഞാൻ ഇവൾക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ സത്യത്തിൽ ഇവൾ എനിക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാ. ഇവൾ മനപ്രയാസവും വേദനയും ഒക്കെ മറന്നത് എനിക്ക് വേണ്ടിയാ. ഞാനല്ല, എന്റെ മോള മനസ്സറിഞ്ഞു ചിരിക്കേണ്ടത്.